വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇറ്റലി എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമ്മൾ പിസയിൽ പോയി. പിസ ലീനിങ് ടവർ ഓഫ് പിസയുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വെനീസിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പിസയിൽ നിന്ന് ഒരു ട്രെയിൻ ക്യാച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓൾമോസ്റ്റ് 4 hours ട്രെയിൻ ജേർണി ആയിരുന്നു പിസ ടു വെനീസ്. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അത് കുറച്ച് തിരക്ക് പിടിച്ചു പോയി. അപ്പോൾ അതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞങ്ങൾ വെനീസിൽ എത്തി, അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞങ്ങൾ വെനീസ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ വെനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല. ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. വെള്ളത്തിലാണ് ആക്ച്വലി ഈ സിറ്റി മുഴുവൻ. നമുക്കറിയാം നമ്മുടെ കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴ എങ്ങനെയാണ് എന്നുള്ളത്, അതുപോലെ തന്നെയാണ്. ആർക്കിടെക്ചേഴ്സ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്, നമ്മൾ അത്ഭുതപ്പെടുത്തും കേട്ടോ. ഓരോ ആർക്കിടെക്ചേഴ്സും വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്തു വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം എന്നല്ലാണ്ട് എന്താ പറയുക, അത്രയും അത്ഭുതമാണ്, കണ്ടു തന്നെ അറിയണം. ഇവിടെ മെയിനായിട്ട് ബോട്ട് റൈഡ് ആണ്. പല പല ഐലൻഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഓരോ ഐലൻഡിലും ഓരോ അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് സെൻറ്റ് മാർക്കോ ഐലൻഡും ബുറാനോ ഐലൻഡും ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബോട്ട് റൈഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബസ് സ്റ്റോപ്പ് ഇറങ്ങിയ ബസ് സ്റ്റോപ്പിന് അടുത്തായിട്ട് തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് നമുക്ക് 24 hours ടിക്കറ്റ് എടുക്കാം ബോട്ട് റൈഡിന്, അല്ലെങ്കിൽ 1.5 hours എടുക്കാം. ഞങ്ങൾ ആക്ച്വലി 24 hours ഒരു ഫുൾ ഡേക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ് എടുത്തത്. അതായത് നമുക്ക് എത്ര ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് കയറാം, ഇഷ്യൂ ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് സെൻറ്റ് മാർക്കോ ഐലൻഡിലാണ്. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ചർച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചർച്ച് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ ബോട്ടിലോട്ട് കയറുക. ബാക്കിയുള്ള വിശേഷം നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞോളൂ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഓക്കെ, ഇത് വെനീസിന്റെ വൺ ഓഫ് ദ അട്രാക്ഷൻ ആയ റിയാൾട്ടോ ബ്രിഡ്ജ് ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനാലിലൂടെ പാസ് ചെയ്യുന്ന ഏറ്റവും പഴയ ബ്രിഡ്ജാണ്. അതായത് 16th century ബിൽഡ് ചെയ്ത ബ്രിഡ്ജാണ്. അതാണ് ഇതിനെ ഒരു മെയിൻ വൺ ഓഫ് ദ അട്രാക്ഷൻ ആക്കി മാറ്റിയത്. വെനീസിൽ വരുന്ന ആൾക്കാരൊക്കെ ഈ ബ്രിഡ്ജിൽ പോകും കേട്ടോ. അങ്ങനെ നമ്മൾ സെൻറ്റ് മാർക്കോ ഐലൻഡിലെത്തി. സെൻറ്റ് മാർക്കോ ഐലൻഡിൽ ബോട്ട് ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ അട്രാക്ഷനായ സെൻറ്റ് മാർക്കോ ചർച്ചിലോട്ട് പോകാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ കുറച്ച് നടക്കണം. പക്ഷേ ഈ നടക്കുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കനാലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ അതുപോലെ വെനീസിൻ്റെ പ്രോപ്പർ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോവാം. ഇവിടെ വെനീസിൽ വരുന്നവർ ഈ കാൻഡോലിയം ബോട്ട് റൈഡ്സ് എടുക്കും കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന കുഞ്ഞു വഞ്ചി, പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും വേർത്താണ്. ഞങ്ങൾക്ക് ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളത് എടുത്തിട്ടില്ല. പക്ഷേ വെനീസിൻ്റെ ഈ സ്ട്രീറ്റ്സിലൂടെയൊക്കെ അത് കൊണ്ടുപോകും. അപ്പോൾ അത് വേർത്താണ്. ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ ബുറാനോ ഐലൻഡിൽ ഗ്ലാസ് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ഗ്ലാസ് ആർട്ട് വർക്ക്സ്. ഇതൊക്കെ ഗ്ലാസ്സിൽ ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് ലൈവായിട്ട് കാണാനും പറ്റും കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ നടന്ന് ഫൈനലി നമ്മൾ സെൻറ്റ് മാർക്കോ ചർച്ചിൽ എത്തിയിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ, അത്ഭുതം എന്നല്ലാണ്ട് എനിക്കിതിന് വേറെ ഒന്നും പറയാനില്ല. ഇതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതും 9th century ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത്രയും മനോഹരമാണ് കാണാൻ. അപ്പോൾ എന്താ പറയുക, ഇതിന് ഉള്ളിലോട്ട് കയറുക എന്ന് പറയുന്നത് വലിയ ചടങ്ങായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറമേ ഉള്ള കാഴ്ചകൾ മാത്രമേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അകത്ത് വലിയൊരു ക്യൂ ആയിരുന്നു. അപ്പോൾ അതും കടന്നൊക്കെ ആ ഉള്ളിലേക്ക് പോവാന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. സെൻറ്റ് മാർക്കോ ഐലൻഡിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ ബുറാനോയിലോട്ടാണ് പോയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്ലാസ് ഫാക്ടറി കാണാൻ വേണ്ടിയിട്ട്. അവിടെ ആ ഗ്ലാസ് ആർട്ട് വർക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം.
പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമുക്ക് ഫെറിയൊക്കെ കയറി നമ്മൾ ബുറാനോ ഐലൻഡിലോട്ട് എത്തിയപ്പോഴേക്കും അത് ക്ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴയൊക്കെ വരാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ അവിടുന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ.